لله نحمده ونستعينه ونؤمن به ونتوكل عليه أعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد نريد الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة خلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قال رسول الله صلى الله عليه وسلم إنه هو الغفور الرحيم സഹോദരന്മാരെ നിക്കാഹ് കർമ്മത്തിൽ സാക്ഷികളാവുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഒത്തുചേർന്നിരിക്കുന്നത്. പാലേരി കർണാട്ടി പ്രദേശത്തുള്ള വിളച്ചപറമ്പിൽ പറമ്പിൽ ഇബ്രാഹിം സാഹിബിന്റെ മകൻ ഇവിടെ മഹലിൽപ്പെട്ട കിളച്ചുപറമ്പത്ത് റംലയുടെ മകൾ ഹസ്ന ഇവർ തമ്മിലുള്ള നിക്കാഹാണ് ഈ സ്വർണ്ണാഭരണം സ്വർണ്ണമാല മക്കളെ നിശ്ചയിച്ചുകൊണ്ട് ഇവിടെ നടത്തുന്നത്. ഹസ്നയുടെ വല്യപ്പ മുഹമ്മദ് ഫലകളാണ് ഈ നിക്കാഹിന് വലിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിക്കാഹ് കർമ്മം പഠിപ്പിച്ചു തരാൻ അവരുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅപ്രകാരം സുന്നത്ത് പ്രകാരം നിർവഹിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക, യുവതി യുവാക്കളെ കുടുംബമാക്കി മാറ്റുക എന്നത് വലിയ ഗൗരവമുള്ള ഇബാദത്താണ്, സൽക്രമമാണ്. വന്ദികുലയാമിക്കും വസ്വാലിഹീന ഇബാദിക്കും വജ്മാനും യഖൂലു ഫുഖറാഅ യുഗ്നിഹിം അല്ലാഹു മിൻ ഫളിഹി വല്ലാഹു വാസിഉൻ അലീം. അല്ലാഹുവിൽ കരമേൽപ്പിച്ചുകൊണ്ട് അല്ലാഹുവിൽ നിന്നുള്ള നിഅമത്തുകൾ, ഫളലുകൾ, റഹ്മത്തുകൾ അതിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് സാമ്പത്തികമായ പരിഗണനകളൊന്നും തന്നെ തടസ്സമാകാതെ നിക്കാഹ് കർമ്മങ്ങൾ നടത്തേണ്ടതുണ്ട്. അത് നടത്തി കൊടുക്കുന്നതിന് ഉത്തരവാദപ്പെട്ട ആളുകൾ, ഉമ്മാവുകൾ, പെരുമാറുകൾ, മറ്റ് മഹല്ല് നേതൃത്വം വഹിക്കുന്ന ആളുകളൊക്കെ മുൻകൈയെടുക്കുകയും അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ആ കൽപ്പനകൾ നമ്മൾ നിറവേറ്റുക എന്ന് പറയുന്നത് അവന്റെ അടുത്ത് വലിയ പ്രതികാരമായി തോന്നുന്ന സൽക്രമമാണ്. ആ അർത്ഥത്തിൽ നിക്കാഹ് കർമ്മം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്, അതിലൂടെ കുടുംബങ്ങൾ ഉൾപ്പെടേണ്ടത്, അതുവഴി നല്ല ജീവിതം, ശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ ചെറുപ്പക്കാരികളുമൊക്കെ പ്രാപ്തരാകേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ദീനിന്റെ രണ്ട് ഭാഗം പൂർത്തിയാവുകയാണ്. വ്യക്തിഗത നിലക്കുള്ള വിശുദ്ധി,
അതിലൂടെയാണ് നമ്മൾ ഉറപ്പുവരുത്തുന്നത്. കുടുംബം എന്ന അർത്ഥത്തിലുള്ള നല്ല ജീവിതം അതിലൂടെയാണ് നമ്മൾ ഉറപ്പുവരുത്തുന്നത്. അങ്ങനെ നല്ല വ്യക്തിയും നല്ല കുടുംബവുമായി വിവാഹത്തോടെ നമുക്ക് മാറാൻ കഴിയും. അതിലൂടെ നല്ല സമൂഹമാണ് കുഞ്ഞിന്റെ ജന്മം കൊടുക്കുന്നത്. നല്ല വ്യക്തി, നല്ല കുടുംബം, നല്ല സമൂഹം, ഇത് മൂന്നും ചേരുമ്പോഴാണ് ഒരാളുടെ ദീൻ, ഒരാളുടെ ഈമാൻ, ഒരാളുടെ വിശ്വാസം, ഒരാളുടെ നല്ല ജീവിതം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്നത്. ആ അർത്ഥത്തിൽ ഒരു നല്ല ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും അതുപോലെ നല്ല വ്യക്തികളായി നല്ല കുടുംബമായി രൂപപ്പെടാനും സമൂഹത്തിന് നല്ല സംഭാവന അർപ്പിക്കുവാനും നിസ്സാരമാണ്. അസ്ലക്കും സാധിക്കുമാറാകട്ടെ എന്നാണ് ഈ സന്ദർഭത്തിലുള്ള നമ്മുടെ പ്രാർത്ഥന. കുടുംബ ജീവിതം അതിൽ പലതരം പരിഗണനകൾ ഉണ്ടാകാറുണ്ട്. തീർച്ചയായും ആ പരിഗണനകൾക്കെല്ലാം അപ്പുറം ഈമാനും തഖ്വയും ഇസ്ലാമും ദീനും ഒക്കെ പരിഗണിക്കപ്പെടുന്ന ജീവിതത്തിന് നല്ല സന്തോഷമുണ്ടാവും, നല്ല സംതൃപ്തി ഉണ്ടാവും, നല്ല ഇണക്കമുള്ള, നല്ല സ്നേഹമുള്ള, നല്ല സംതൃപ്തിയുള്ള ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്ന, നല്ല സ്വപ്നങ്ങൾ കാണുവാനും അവ സാക്ഷാത്കരിക്കുവാൻ കഴിയുന്ന ഒരു കുടുംബജീവൻ കെട്ടിപ്പടുത്തുവാൻ ഇരുവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വധുക്കൾക്ക് സ്നേഹമാർക്ക് ആശംസകൾ അർപ്പിക്കുക, അതിന് സാക്ഷിയാവുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ എല്ലാ അനുഭവങ്ങളും നമ്മളോട് പങ്കാളികളായി തീരുക എന്നത് നമുക്കും കൂലിക്ക് ലഭിക്കുന്ന പ്രതിഫലം ലഭിക്കുന്ന തൽക്രമമാണ്. അതുകൊണ്ട് ഈ മഹത്തായ ചടങ്ങിന് സാക്ഷികളാകുന്ന നിലവിൽ നമ്മളെല്ലാവരും അനുഗ്രഹിച്ചതാണ്. എല്ലാവരും ഇരുവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഇരുവരും നമുക്ക് നൽകുന്ന മാതൃകകൾ നമ്മൾ പിൻവറ്റണം. ഈ ജീവിതം അല്ലാഹു അനുവദിച്ച കാലത്തോളം ഭംഗിയായി, വൃത്തിയായി, സന്തോഷത്തോടെ, ഇണക്കത്തോടെ, അല്ലെങ്കിൽ മലക്കലുമില്ലാതെ തീരുമാനിക്കുവാൻ, പോറ്റി മുന്നോട്ട് നയിക്കുവാൻ ഇരുവർക്കും നമ്മുടെ ഭാഗത്തെയും നല്ല പിന്തുണ ലഭിക്കേണ്ടത്. അതിനുള്ള വിശാലമായ മനസ്സിൽ നല്ല ആത്മാവ് അല്ലാഹു ഇരുവർ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ക്രമം അല്ലാഹു നമ്മളിൽ സ്വീകരിക്കുമാറാകട്ടെ. ഇതിന്റെ പ്രതിഫലം ലോകത്തും പരലോകത്തും എത്തിക്കുമാറാകട്ടെ. ഇതിലൂടെ നല്ല കുടുംബം ജന്മകൊള്ളുമാറാകട്ടെ. അതുവഴി ഇരു കുടുംബങ്ങൾക്കും ആശ്വാസവും ആനന്ദവും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. الله ولا نقول وكيلك بارك الله لك وبارك عليك وجمعنا في خير وعافية. بارك الله لك وبارك عليك وجمع بينكما في خير وعافية. بارك الله لك وبارك عليك وجمع بينكما في خير وعافية. الحمد لله. اللهم
علينا اللهم ربنا كبرنا من ازواجنا وذرياتنا അയ്യയ്യോ ഇവിടെ ക്ലിയർ ഇല്ലല്ലോടാ.